നമസ്കാരം. പലർക്കും പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങളുണ്ടല്ലോ. അത്തരത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ടാകാറുണ്ട്. അങ്ങനെ പലപ്പോഴും ആ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പലതരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയരാകാറുമുണ്ട് ഇത്തരത്തിലുള്ള സിനിമാ നടന്മാരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ചിലപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും. കാരണം അവരെത്തുന്ന രാഷ്ട്രീയം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അവർ കണ്ട് പരിചരിച്ച ചില ശീലങ്ങളുമായി യോജിച്ചായിരിക്കുമല്ലോ അവർ അവരുടെ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുന്നത്. ആ രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഏതൊരാളോടും ചിലപ്പോൾ വ്യക്തിപരമായ അല്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ചില വിരോധങ്ങൾ എല്ലാവർക്കും പരസ്പരം ഉണ്ടാകാം. അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള മത്സരത്തിലൂടെ വേണമെങ്കിൽ നമുക്ക് ജയപരാജയങ്ങളെ അളന്നെടുക്കാം. പകരം വ്യക്തിവിരോധങ്ങളിലേക്കോ അവരുടെ കുടുംബത്തിലേക്കോ അടക്കം സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു രീതി മുമ്പില്ലായിരുന്നു. ഇന്ന് അത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ചിലപ്പോൾ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ, അതും മോദി എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഇടത് സൈബർ ലോകം ശത്രുവായി കാണുന്ന ഒരു മനുഷ്യനുണ്ട്. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്നതുപോലെയാണ് ഈ സുരേഷ് ഗോപി എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അവരെന്ത് ചെയ്താലും അതിൽ തെറ്റ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറേ വല്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഗുരുവായൂരിൽ കല്യാണ വിവാദം അട്ടപടലം തേഞ്ഞു കഴിഞ്ഞപ്പോഴാണിതാ അടുത്തത് പൊക്കിക്കൊണ്ടുവരികയാണ്. അതായത് ഈ മകളുടെ വിവാഹ നേർച്ചയായിട്ട് തൃശ്ശൂർ ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണകിരീടം, അത് കഴിഞ്ഞ ദിവസം നടന്നതാണ്, എല്ലാവരും അറിഞ്ഞതുമാണല്ലോ. ആ സ്വർണ്ണകിരീടം കണ്ട് അതിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന സൈബർ വെട്ടുക്കളികളുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കൊല്ലം ഇൻഫന്റ് ജീസസ് കോൺവെൻറ്റ് സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച്, സ്വന്തം വിശ്വാസത്തിനൊപ്പം ക്രൈസ്തവ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന്, അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിവരം കെട്ട കുറേ മനുഷ്യരുള്ളൊരു നാടായി മാറുന്നുണ്ട്. അവരുണ്ടാക്കുന്ന കോലാഹലമാണ് സഹിക്കാൻ കഴിയാത്തത്. സുരേഷ് ഗോപി എന്ന വ്യക്തി രാഷ്ട്രീയക്കാരനാവും മുമ്പ് നമുക്കറിയാമല്ലോ, അദ്ദേഹം വെള്ളിത്തിരയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതിനു മുൻപ് തിരുവനന്തപുരം വെട്ടുകാട് മാതൃദേവ ദേവൂസ് ദേവാലയത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് മുടങ്ങാതെ അന്നദാനം നടത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുള്ള എത്ര പേർക്ക് കൃത്യമായി അറിയാം. ഇതൊക്കെ തിരുവനന്തപുരത്തെ പരസ്യമായിട്ടുള്ള ചില രഹസ്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പള്ളിവക സേവനങ്ങളിലെല്ലാം ആ മനുഷ്യൻ്റെ പങ്ക് എത്രമാത്രം വലുതാണ് എന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള വലിയ തുറയിലെ ഓരോ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് തുടങ്ങിയതല്ല ഈ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും മാതാവിനോടും അല്ലെങ്കിൽ ജീസസിനോടുമൊക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അതൊരു സ്നേഹമാണ്. ആ സ്നേഹം മനസ്സിലാക്കുവാനുള്ള യാത്രയാണത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന തത്വം ജീവിതത്തിൽ പലപ്പോഴും പാലിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടി ആയതുകൊണ്ടാകാം ആ വിശ്വാസം അദ്ദേഹം മുറുകെ പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളുടെ വ്യക്തിപരമായ സ്വകാര്യമായത്. അതുകൊണ്ട് ഒക്കെ അത്തരത്തിലൊക്കെയാണ് ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ പറയാതിരിക്കുന്ന ഒരു ശീലം കൂടി അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹം ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഇന്നും പരസ്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു രഹസ്യം. ഇത് പലർക്കും അറിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഇടത് വെട്ടുക്കളികൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണുമ്പോൾ അസഹിഷ്ണുത തോന്നുന്നത് സ്വാഭാവികമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ എന്നത് അവനവൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂന്നിയുള്ള യാത്രയാണ് പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത്. തൻ്റെ പൂജാമുറിയിൽ എണ്ണമറ്റ ഹൈന്ദവ ദേവന്മാരുടെ ചിത്രങ്ങൾ ഉണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് തൊട്ട് ഈ ചേമ്പ് ശില്പങ്ങൾ വരെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേളാങ്കണ്ണി മാതാവുമുണ്ട്, ഉണ്ണിയേശുവുമുണ്ട്. പിന്നീടുള്ള ഇത്തിരി സ്പേസിൽ ഈ സായിബാബയും ഷിർദി സായിബാബയും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്ത് തന്നെയാണ് ഒരു ചെറുപീഠത്തിൽ ഈ ഭീമാപള്ളിയിൽ നിന്ന് കിട്ടിയ പച്ചപ്പട്ടിൻ്റെ ചെറുകഷ്ണവും വച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. വൈകിട്ട് വീട്ടിൽ തിരിതെളിച്ച് രാമനാമം ജപിച്ച് ഇത്തിരി നേരം അവർക്കൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ മനസ്സുഖമുണ്ടല്ലോ, ഒരു മനഃശാന്തി, ഒരു പോസിറ്റീവ് ഫീൽ. അതൊക്കെയാണ് തനിക്ക് ദൈവങ്ങളിലുള്ള വിശ്വാസം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ദൈവങ്ങളോട് എന്തിനാണ് വേർതിരിവ് എന്ന് ചോദിക്കാറില്ലേ? നമുക്ക് പരമശിവനെയും ചാപ്പലിൽ കാണുന്ന മാതാവിനെയും അല്ലെങ്കിൽ ജീസസിനെയും ഒക്കെ ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലണമെന്ന് പറയപ്പെടുന്നത്
വലിയ വിശാലമായ മനസ്സിൻ്റെ ഉടമസ്ഥർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പറയട്ടെ. ചാപ്പലിൽ ചെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്പലങ്ങളിലെത്തി മറ്റ് ദൈവങ്ങളോട് പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത് മനസ്സമാധാനവും സന്തോഷവും ശാന്തിയുമാണെങ്കിൽ അത് ലഭിക്കുന്നിടം എവിടെയാണോ അവിടെ നമുക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കില്ലേ? ഒരുപക്ഷെ ഈ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ പഠിച്ചവർക്ക് പലർക്കും പറയാനുണ്ടാവുക ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളായിരിക്കും, ഇത്തരമുള്ള അനുഭവങ്ങളായിരിക്കും. കാരണം ഒരേ സമയം തന്നെ അവർ ചാപ്പലിൽ ചെന്ന് മാതാവിനോട്, ജീസസിനോട് അവർക്ക് അവരുടെ വേദനകൾ, ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അതേസമയം തന്നെയാണ് അവർ ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കാം, ആയിരുന്നാൽ കൂടിയും അവർ ചാപ്പലിലെത്തി ക്രിസ്ത്യൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അങ്ങനെ ചിലപ്പോൾ ഒരു കോൺവെൻറ്റ് പ്രോഡക്റ്റായിട്ട് വളരുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ പലപ്പോഴും അത്തരത്തിലുള്ളൊരു സ്വഭാവം കൂടി രൂപീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മാതാവിനോടും ജീസസിനോടും തോന്നാവുന്ന ഒരു സ്നേഹം, ചിലപ്പോൾ അടുത്തിടപഴകാൻ കഴിയുന്ന ഒരു ബന്ധം, അതൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ദൈവങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി സമൂഹം ഉണ്ടാകുന്നതേ കോൺവെൻറ്റുകളിൽ നിന്നാണ്. അതവരുടെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമായി മാറുകയും അത് ചിലപ്പോൾ മുതിർന്നു പോകുന്ന കാലഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. പലപ്പോഴും ദൈവങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ പലർക്കും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. ഈ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത ശേഷം നമുക്ക് മെല്ലെ നടന്ന് തിരുഹൃദയ ദേവാലയത്തിൻ്റെ കപ്പോളയ്ക്ക് മുമ്പിലേക്ക് ചെന്ന് അവിടെ സിമൻറ്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ മാതാവിനെയും ഒക്കത്തുള്ള ഉണ്ണിയേശുവിനെയൊക്കെ നമുക്ക് അത് കണ്ടുകൊണ്ട് മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് തിരികെ നടക്കാം. അങ്ങനെ തിരികെ വരുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ഒരു സന്തോഷം, ഒരു ശാന്തി, സമാധാനം. അതാണ് പലപ്പോഴും ഈശ്വരനിൽ നിന്നുള്ള വിശ്വാസം എന്നുള്ളത് മറന്നു പോകരുത്. മതം തലയ്ക്ക് പിടിക്കാത്ത സാധാരണ മനുഷ്യർക്ക് ദേവാലയങ്ങളെന്ന് പറയപ്പെടുന്നത് ഈശ്വരൻ സ്ഥിതി കൊള്ളുന്ന അല്ലെങ്കിൽ ഈശ്വരൻ വസിക്കുന്ന ഇടം എന്ന് മാത്രമാണ് അർത്ഥമാകുന്നത്. പല പേരുകളിൽ അറിയപ്പെടുന്ന സർവശക്തനായിട്ടുള്ള പ്രപഞ്ചനാഥൻ എന്ന് തന്നെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിൽ പോകുന്ന അതേ പോസിറ്റീവ് ഫീല് തന്നെയായിരിക്കും ഇതര മത ദേവാലയങ്ങളിൽ പോയാലും കിട്ടുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് ഹൃദയം ശുദ്ധമായിരിക്കണം, ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേവലം 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ഇതര മതമാണ് മഹത്തരമെന്ന് ഉദ്ഘോഷിക്കുന്ന കപട മതേതരം പ്രസംഗിക്കുന്നവന്മാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഏതിലും വിവാദം കണ്ടെത്തുന്നവർക്ക് ഏതൊരു നല്ല കാര്യവും വെറും ഷോ മാത്രമായിരിക്കാം. എന്നാൽ ചെയ്തതിൻ്റെ ഉദ്ദേശശുദ്ധി അത് ചെയ്തയാൾക്ക് അറിയാവൂ എന്നിടത്തോളം അയാൾ തൻ്റെ കർമ്മപാതയിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ, ആരെയും നോക്കാതെ നടന്നു പോവുകയാണ്. മറ്റുള്ളവർ ഇങ്ങനെ കുരച്ചുകൊണ്ട് പിന്നാലെ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അത് എത്ര നാൾ ഒരു മനുഷ്യനെ ഇങ്ങനെ ഓടിച്ചിട്ട് വേദനിപ്പിക്കാൻ കഴിയും? സ്വന്തം പ്രസ്ഥാനത്തിനോട് എത്താൻ കഴിയാത്തവർ മറ്റ് പ്രസ്ഥാനങ്ങളിൽ ചേക്കേറുമ്പോൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് തെറി പറയുക എന്നുള്ളത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണ്. സാമാന്യ ബോധമുള്ള ജനങ്ങൾ എന്തിനാണ് ഈ സൈബർ ഇടങ്ങളിൽ ചെന്ന് നിന്ന് അവർക്കുള്ള വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ, അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് തുറന്നു പറയുകയല്ലേ വേണ്ടത്? അല്ലാതെ നട്ടലില്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ തെറിവിളിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തം കർമ്മപദം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കെൽപ്പുണ്ടായാൽ മതി. അതിനിവിടെ ദൈവത്തിന് പുതിയ പേരും നാളുമെന്നും ആരും കൽപ്പിച്ചും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് നിങ്ങൾക്കുത്തമ ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ദൈവത്തിനോളം അടുത്താണ് എന്ന് പറയേണ്ടി വരും. ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യമുണ്ടാകണമെന്ന് മാത്രം. കാരണം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ, മനഃശാന്തി ലഭിക്കുന്ന ഇടങ്ങൾ, ദൈവങ്ങൾ വസിക്കുന്ന ആലയങ്ങളാണ് ഓരോ അമ്പലങ്ങളും ഓരോ ആരാധനാലയങ്ങളും. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ആരുമില്ല. അവിടെ മനുഷ്യർ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ മനുഷ്യർ എന്ന് പറയപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് ദൈവങ്ങളെയാണ്. ആ ദൈവങ്ങളെന്ന് പറയപ്പെടുന്നത് മണ്ണിൽ തന്നെയുണ്ട്, വിണ്ണിൽ മാത്രമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളുള്ളവരെ മനുഷ്യരായെങ്കിലും പരിഗണിക്കുവാൻ ഈ അന്തംഗമികൾക്കും സൈബർ ലോകത്തെ വെട്ടിക്കിളികൾക്കും കഴിയട്ടെ.